വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ റിസാല. അപ്പോൾ എല്ലാവരും നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ഡിഗ്രി മെയിൻസ് വരും അതിനുശേഷം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോഴ്സസ് ഒക്കെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെയൊക്കെ സിലബസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് എന്തെല്ലാം ക്വസ്റ്റ്യൻസുകളാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കാം, എങ്ങനെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നൊരു ടോപ്പിക്കാണ് ബേസിക് ഫാക്ട്സ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ചില ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ടോപ്പിക്സുകൾ ഏതൊക്കെ ടോപ്പിക്സുകൾ വേണമെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ തിയറി വാസ് ഡിസ്കവേർഡ് ബൈ Anton van Leeuwenhoek and Robert Hooke, M.J. Schleiden, Theodore Shan and Robert Brown. ആരാണ് സെൽ തിയറി പ്രൊപ്പോസ് ചെയ്തത് എന്ന് പറയുന്നത്? നമുക്കറിയാം സെൽ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം സെൽ തിയറി ആരാണ് ഡിസ്കവർ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഏതാണ്? M.J. Schleiden ആൻഡ് തിയോഡർ ഷാൻ ആണ്. M.J. Schleiden ആൻഡ് തിയോഡർ ഷാൻ ആണ്. അപ്പോൾ ഇതേവർ തന്നെയാണ് ആദ്യത്തെ പ്ലാന്റ് സെല്ലും അതുപോലെ തന്നെ ആനിമൽ സെല്ലും ഡിസ്കവർ ചെയ്തത്. ഓക്കെ, പിന്നീട് റുഡോൾഫ് വിർച്ചോ നമ്മുടെ സെൽ തിയറിയിൽ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൽ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരോടി പറഞ്ഞത്, ആൻറ്റൺ വാൻ ല്യൂവൻഹുക്ക്. അദ്ദേഹമാണ് ആദ്യത്തെ ലൈവ് സെല്ല് നമുക്ക് ഡിസ്കവർ ചെയ്തത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് നമുക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് തന്നതും ആൻറ്റൺ വാൻ ല്യൂവൻഹുക്ക് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്ക് സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ് സെല്ല് കണ്ടുപിടിച്ചത്. റോബർട്ട് ബ്രൗൺ എന്താണ്? ന്യൂക്ലിയസ്. എപ്പോഴും ആലോചിക്കാം, നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു പേരുകളാണ് റോബർട്ട് ഹുക്കും റോബർട്ട് ബ്രൗണും. അപ്പോൾ റോബർട്ട് ബ്രൗൺ നമ്മൾ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമുക്കൊരു സെല്ലിൻ്റെ എന്തൊരു ഡാർക്കറായിട്ട് നിൽക്കുന്ന ഒന്നില്ലെങ്കിൽ സെൻറ്ററിലോ കോർണറിലോ കാണപ്പെടുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ആലോചിക്കുക ഡാർക്കർ കളർ, ബ്രൗൺ കളർ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് കത്തും റോബർട്ട് ബ്രൗൺ. ബ്രൗൺ കളർ എന്താണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഇപ്പോൾ ഇതുപോലെ ഓരോ ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു പോവുക. ഡാഷ് കൺട്രോൾസ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ? ന്യൂക്ലിയോളസ്, ന്യൂക്ലിയസ്, ക്രൊമാറ്റിൻ, റെറ്റിക്കുലം, റൈബോസം. ഏതാണ്? യെസ്, നമുക്കറിയാവുന്നതാണ്. ന്യൂക്ലിയസ് ആണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒരു ആനിമൽ സെല്ലിനെ കുറിച്ചും പ്ലാന്റ് സെല്ലിനെ കുറിച്ചും ഒന്ന് നോക്കാം. നമുക്കറിയാം രണ്ട് സെല്ലിനും ബോത്ത് സെൽ പോസസ് ന്യൂക്ലിയസ്. രണ്ടിൽ എന്ത് കണ്ട് നമുക്ക് മർമ്മം കാണാം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നോക്കി പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ് നമുക്കറിയാവുന്നതാണ്, എന്നാൽ ചിലവർക്ക് ഡൗട്ട് ഉള്ളതുമാണ്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, സെൽ വോൾ അല്ലേ, പ്ലാന്റ് സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്നത്. ആനിമൽ സെല്ലിൽ മാത്രം കാണാൻ സാധിക്കുന്നതാണ് എന്ത്? സെൻട്രോസോം. ഓക്കെ, ഈ 2-3 പോയിന്റ്സുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ER എന്ന് നമ്മൾ നോട്ടിഫൈ ചെയ്യാറുണ്ട്. എന്താണ്? ER എന്ന് നോട്ടിഫൈ ചെയ്യും. ER. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിൽ തന്നെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സ്മൂത്ത് എന്നും റഫ് എന്നും, അഥവാ RERഉം SER എന്ന് പറയുന്നു. ഇതിൽ സ്മൂത്ത് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, സ്മൂത്ത് സർഫസ് ആയിരിക്കും. അതിൻ്റെ റഫ് എന്ന് പറയുമ്പോൾ അതിന് ചുറ്റുമായിട്ട് നമുക്ക് പരുവരുത്ത രീതിയിൽ അഥവാ റൈബോസംസിൻ്റെ പ്രസൻസ് മൂലമാണ്. അപ്പോൾ RER എന്ന് പറയുമ്പോൾ സിന്തസിസ് ഓഫ് പ്രോട്ടീനും SER എന്ന് പറയുമ്പോൾ സിന്തസിസ് ഓഫ് ഫാറ്റും ആണ്. അത് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. പിന്നെ എന്താ നമുക്ക് പറയാൻ സാധിക്കുന്നത്? സൂയിസൈഡൽ ബാഗ്സ് കാണാം, ഏതാണ്? ലൈസോസോംസ് കാണാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നത്. അപ്പോൾ ഡിഫറൻസുകൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഓരോ സെൽ ഓർഗനൽസിൻ്റെ ഫംഗ്ഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോന്നിൻ്റെ ഫംഗ്ഷൻസും ഈച്ച് ആൻഡ് എവറി ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് തിരിച്ചു മറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അടുത്ത് നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ച് നോക്കാം. ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ ഡാർക്ക് റീജിയനിലായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസിൻ്റെ സൈറ്റോപ്ലാസമാണ് ന്യൂക്ലിയോപ്ലാസം. അതിൽ ത്രെഡ് ലൈക്ക് ആയിട്ട് സ്ട്രക്ചർ നമുക്ക് കാണാം. അതിനെ നമ്മൾ എന്ത് പറയും? ക്രൊമാറ്റിൻ മെറ്റീരിയൽ എന്ന് പറയും. ഇനി അതിൻ്റെ എൻവലപ്പിൽ നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയർ പോർ എന്നാണ് പറയുന്നത്. അപ്പോൾ പറയാം ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദ ന്യൂക്ലിയസ് ഇസ് ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്ട്. The nucleus is absent in eukaryote. The whole component in a cell is called cytoplasm. In protoplasm, except the nucleus, the remaining part is called cytoplasm. For options only 1, option B both 2 and 3, option C only 4, option D both 1 and 4. ഏതാണ് നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻ ഡി ആണ്, ബോത്ത് 1 and 4. നോക്കിയാൽ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയാലോ. ദ ന്യൂക്ലിയസ് ഇസ് ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്സ്. നമുക്കറിയാം പ്രോകാരിയോട്സിൽ ആബ്സെന്റ് ആണ്. ദ ന്യൂക്ലിയസ് ഇസ് ആബ്സെന്റ് ഇൻ യൂകാരിയോട്സ് ആണോ? അല്ല. ന്യൂക്ലിയസ് എവിടെ കാണപ്പെടുന്നുണ്ട്? യൂകാരിയോട്സിൽ നമുക്ക് കാണാം. ഇറ്റ്സ് പ്രസന്റ് ആണ് അവിടെ വരുന്നത്. The whole component in a cell is called cytoplasm. ആണോ? അല്ല. It's not cytoplasm, it's protoplasm. എന്താണ്? Protoplasm ആണ്. Last, in protoplasm except the nucleus, the remaining part is called cytoplasm. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നിൻ്റെ ഫംഗ്ഷൻസുകളും തിരിച്ചു മറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. The largest cell in the world ഏതാണ്? PPL ആണോ, egg of an ostrich ആണോ, ഐ ആണോ, മസിൽ സെൽ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഏതാണ്? എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. അത് സ്മോളസ്റ്റ് സെൽ എന്താണ്? നമ്മുടെ PPLO ആണ് സ്മോളസ്റ്റ് സെല്ല് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അസേർഷൻ റീസൺ നമുക്ക് നോക്കാം. Chloroplast is found in animal cells. Reason major source of food production in plants is photosynthesis. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന അസേർഷൻ റീസൺ ആണ്. അപ്പോൾ ഇതിലെ അസേർഷനും റീസണും കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ, അസേർഷൻ ഇസ് ട്രൂ ആൻഡ് റീസൺ സപ്പോർട്ട് ദ അസേർഷൻ. ഓപ്ഷൻ ബി, അസേർഷൻ ഇസ് ട്രൂ ആൻഡ് റീസൺ ഡു നോട്ട് സപ്പോർട്ട് ദ അസേർഷൻ. ഓപ്ഷൻ സി, അസേർഷൻ ഇസ് നോട്ട് ട്രൂ ആൻഡ് ദ റീസൺ ഡു നോട്ട് സപ്പോർട്ട് ദ അസേർഷൻ. അസേർഷൻ ഇസ് നോട്ട് ട്രൂ. നോക്കിയാലോ ഇവിടെ. ഓക്കെ, അസേർഷൻ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ഇസ് ഫൗണ്ട് ഇൻ ആനിമൽ സെൽ ആൻഡ് ദ റീസൺ മേജർ സോഴ്സ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ പ്ലാന്റ് ഇസ് ഫോട്ടോസിന്തസിസ്. ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ പിക്ചറിൽ പറഞ്ഞു. എവിടെയാ? ഇൻ പ്ലാന്റ് സെല്ലാണ്. അപ്പോൾ ഇവിടെ അസേർഷൻ തന്നെ എന്താണ്? തെറ്റാണ്. അപ്പോൾ അസേർഷൻ ഇസ് നോട്ട് ട്രൂ. ദ റീസൺ മേജർ സോഴ്സ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ പ്ലാന്റ് ഇസ് ഫോട്ടോസിന്തസിസ് കറക്റ്റ് ആണ്. പക്ഷേ ആ റീസൺ ഇവിടെ തെറ്റാണ്. ഡു നോട്ട് സപ്പോർട്ട് ദ അസേർഷൻ. ദ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ലാർജസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണെന്നാണ് ചോദിക്കുക. എപ്പിത്തീലിയൽ സെല്ലാണോ, ബ്ലഡ് സെല്ലാണോ, സ്പേം ആണോ, ഓവം ആണോ? ലാർജസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓവം ആണ്. സ്മോളസ്റ്റ് സെൽ ഏതായിരിക്കും? അപ്പോൾ സ്പേം ആണ്. അത് ആലോചിച്ച് നോക്കുക. സ്പേം ആണ് സ്മോളസ്റ്റ് സെൽ. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. നെർവ് സെൽ ഡു നോട്ട് ഡിവൈഡ്. Neurology is the branch that deals with the study of activities and defects about nervous system. Acetylcholine is the chemical which help in the transmission of neurotransmitters. Group of nerve cells are called nerve. ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഏതാണ്? ഫസ്റ്റ് നോക്കിയാൽ നെർവ് സെൽ ഡു നോട്ട് ഡിവൈഡ്. ഡിവൈഡ് ചെയ്യോ? ഇല്ല. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും അത്. ന്യൂറോളജി ഇസ് ദ ബ്രാഞ്ച് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഡിഫക്റ്റ് അബൌട്ട് nervous system. കറക്റ്റ് ആണ്. അസറ്റൈൽകോളൈൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഗ്രൂപ്പ് ഓഫ് nerve cells are called nerve. nerve ആണോ? അല്ല. ഇറ്റ്സ് റോങ്. എന്താണ്? ഗാംഗ്ലിയോൺ ആണ്. ഇറ്റ്സ് കോൾഡ് ഗാംഗ്ലിയോൺ. ഓർത്തിരിക്കുക, ഇറ്റ്സ് കോൾഡ് ഗാംഗ്ലിയോൺ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത്, ദ ടോട്ടൽ നമ്പർ ഓഫ് nerves ഇൻ ഹ്യൂമൻ ബോഡി എത്ര പെയേഴ്സ് ആണെന്ന്? 43 പെയർ ആണോ, 23 പെയർ ആണോ, 33 പെയർ ആണോ, 42 പെയർ ആണോ? എത്ര പെയേഴ്സ് ആണ് നമ്മുടെ nerve cells നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നത്? ഇറ്റ്സ് ഓപ്ഷൻ എ ആണ്, 43 പെയർ ആണ്. അഥവാ 12 പെയേഴ്സ് ഓഫ് cranial nerves. cranial nervesഉം 31 പെയേഴ്സ് ഓഫ് എന്താണ്? സ്പൈനൽ നെർവ്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മൊത്തം 43 പെയർ ആണ് ഉള്ളത്. അപ്പോൾ 43 പെയർ എന്ന് പറയുമ്പോൾ 12 പെയേഴ്സ് ഓഫ് ക്രൈനിയൽ നെർവ്സും 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സും ആണ്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാക്റ്റുകളും ഓരോ കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം നമ്മൾ ഡിഗ്രി മെയിൻസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അതിന് ഓരോ കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ്. കാരണം ചിലപ്പോൾ നമ്മളൊരു കാര്യം വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു മാർക്കായിരിക്കും നമ്മുടെ ഒരു റാങ്ക് നമ്മൾ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ റാങ്ക് നമ്മുടെ മാറിപ്പോകുന്നത്, ജോലികൾ നമുക്ക് നഷ്ടമാകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഠനം എന്നുള്ളത് കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. അതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നത് നമ്മുടെ ഡിഗ്രി മെയിൻസിൻ്റെ ക്രാഷ് കോഴ്സ്, 45 days ക്രാഷ് കോഴ്സാണ് ഫോർ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, ജൂനിയർ അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ്, ബെവ്കോ അസിസ്റ്റൻറ്റ് ഗ്രേഡ്. അപ്പോൾ ഇതിനായിട്ട് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി
സ്ക്രീനിൽ കാണുന്ന നമ്പർ 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു പഠന രീതി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹോൾ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. എന്തെല്ലാം ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം, അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസുകൾ ഉണ്ടാകും. PDF നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിവിഷൻ, നമുക്ക് ഓരോ വീക്കിലും റിവിഷൻ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാംസുകൾ എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ബേസിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തെല്ലാം ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനിയുള്ള ചാൻസുകൾ നമ്മൾ കളയരുത്. കാരണം പലർക്കും ഏജ് ഓവർ അങ്ങനെയുള്ള പല പ്രോബ്ലംസുകളുണ്ടാകും. ചിലപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസുകൾ ഇനി വരുന്നെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് മുന്നിൽ കാണുന്ന ചാൻസ് നമ്മൾ വിട്ട് കളയരുത്. നമ്മൾ നല്ല രീതിയിലുള്ള പഠനം കാഴ്ചവെക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.